നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചെറുവത്തൂരിൽ UDF പ്രചരണ സംഘത്തെ ആക്രമിച്ചതായി പരാതി. സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരെ തടയാനും ശ്രമമുണ്ടായി. സന്ദീപ് വാര്യർക്ക് വേണ്ടി 5 യുവാക്കൾ ദേഹത്ത് ബോർഡുകൾ കെട്ടി കാൽനടയായി പ്രചരണം നടത്തി വരികയാണ്. ഈ പ്രചരണ സംഘത്തെ തടയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തതായാണ് പരാതി. കർണാടക RTC സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിൽ നടുറോഡിൽ ഏറ്റുമുട്ടൽ. ബസ് ഡ്രൈവറെ മർദ്ദിച്ചതായി പരാതി. 3 ദിവസം മുൻപാണ് സ്വകാര്യ ബസ് ജീവനക്കാരും കർണാടക RTC ഡ്രൈവറും തമ്മിൽ നടുറോഡിൽ വെച്ച് പരസ്പരം കയ്യാങ്കളിയുണ്ടായത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ പ്രചരണം ശക്തമാക്കി മുന്നണികൾ. BJP സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി മംഗളൂരു ദക്ഷിണ മണ്ഡലം MLA വേദവ്യാസ് കാമത്ത് മഞ്ചേശ്വരത്ത് സജീവമായി രംഗത്തിറങ്ങി. സ്യൂപ്പിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിലെ നിയമസഭാ മണ്ഡല പര്യടന പരിപാടി ആരംഭിച്ചു. സൈനബ് മെമ്മോറിയൽ BEd സെന്ററിന്റെ സഹകരണത്തോടെ ഫ്ലാഷ് മോബ് ഉൾപ്പെടെയുള്ള പരിപാടികളോടെയാണ് സ്വീപ് കാസർഗോഡ് മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തുന്നത്. ഐതിഹ്യ പെരുമയിൽ ആചാരാനുഷ്ഠാനങ്ങളോടെ ശാലിയ പൊറാട്ട് അരങ്ങേറി. പൂരോത്സവത്തിന്റെ ഭാഗമായി വെള്ളിക്കോത്ത് അതിയാൽ തെരു ചൂളിയാർ ഭഗവതി ദേവസ്ഥാനത്താണ് ശാലിയ പൊറാട്ട് അരങ്ങേറിയത്. ആക്ഷേപഹാസ്യത്തിലൂടെ സമകാലിക സംഭവങ്ങൾ പുതുമയോടെ അവതരിപ്പിച്ചു. കാഞ്ഞങ്ങാട് ആസ്ഥാനമായുള്ള തുളുനാടൻ കളരി മർമ്മ ആശ്രമത്തിൽ നിന്ന് ദേശീയ തലത്തിൽ നടന്ന 18ാമത് കളരിപ്പയറ്റ് മത്സരത്തിൽ പങ്കെടുത്ത സിദ്ധാർത്ഥ് K എന്ന മത്സരാർത്ഥിക്ക് ചവിട്ടിപ്പൊങ്ങൽ മത്സരത്തിൽ 1ാം സ്ഥാനം. തുളുനാടൻ കളരിയിൽ 4ാം വയസ്സിൽ രത്നാകരൻ ഗുരുക്കളുടെ കീഴിൽ പരിശീലനം ആരംഭിച്ച സിദ്ധാർത്ഥ് തന്റെ 11ാമത് വർഷത്തെ പരിശീലനത്തിലൂടെയാണ് നാഷണൽ ചാമ്പ്യനായത്. വടക്കൻ കേരളത്തിൽ പൂരോത്സവത്തിന് സമാപനം. അജാനൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലും കിഴക്കുകര പുള്ളിക്കരികാളിയമ്മ ദേവസ്ഥാനത്തും സമാപന ദിവസം വിവിധ ചടങ്ങുകൾ നടന്നു. വാർത്തകൾ വിശദമായി. ചെറുവത്തൂരിൽ UDF പ്രചരണ സംഘത്തെ ആക്രമിച്ചതായി പരാതി. സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരെ തടയാനും ശ്രമമുണ്ടായി. സന്ദീപ് വാര്യർക്ക് വേണ്ടി 5 യുവാക്കൾ ദേഹത്ത് ബോർഡുകൾ കെട്ടി കാൽനടയായി പ്രചരണം നടത്തി വരികയാണ്. ഈ പ്രചരണ സംഘത്തെ തടയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തതായാണ് പരാതി. തൃക്കരിപ്പൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർക്ക് വേണ്ടി പ്രചരണം നടത്തുന്ന കാൽനട പ്രചരണ പ്രവർത്തകരെ ആക്രമിച്ചതായി പരാതി. ബുധനാഴ്ച രാവിലെ 9:30 ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിലാണ് സംഭവം. കഴിഞ്ഞ 3 ദിവസമായി സന്ദീപ് വാര്യർക്ക് വേണ്ടി 5 യുവാക്കൾ ദേഹത്ത് ബോർഡുകൾ കെട്ടി കാൽനടയായി പ്രചരണം നടത്തി വരികയാണ്. ഈ പ്രചരണ സംഘം ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ തടയുകയും ആക്രമിക്കുകയും ചെയ്തതായാണ് പരാതി. CPM CITU സംഘമാണ് തടഞ്ഞു നിർത്തി ആക്രമിച്ചതെന്നാണ് പരാതി. പ്രചാരണ സാമഗ്രികൾ നശിപ്പിക്കുകയും ചെയ്തു. പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന നൌഷാദ് ഇളമ്പാടിയെയും ഈ സംഘം ഭീഷണിപ്പെടുത്തിയതായും പറയുന്നു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരെയും സംഘം തടയാൻ ശ്രമിച്ചു. എന്നാൽ തന്നെ തടയാനുള്ള ശ്രമത്തെ ചെറുത്ത സന്ദീപ് വാര്യർ അക്രമികളോട് പ്രതിഷേധം അറിയിച്ചു. ഇതിനിടയിൽ ചിലർ ചേർന്ന് അക്രമികളെ പിടിച്ചു നീക്കി.
ജനാധിപത്യ രാജ്യത്തിൽ പ്രചരണം നടത്താനും വോട്ടഭ്യർത്ഥിക്കാനുമുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടെന്ന ബോധ്യം ചെറുവത്തൂരിലെ CPM പ്രവർത്തകർക്കും ഉണ്ടാവണമെന്ന് സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ പറഞ്ഞു. തുടർന്ന് ചെറുവത്തൂർ ടൗണിലും ബസ്സുകളിലും കയറി മുഴുവൻ ജനങ്ങളോടും വോട്ട് അഭ്യർത്ഥിച്ച ശേഷമാണ് സ്ഥാനാർത്ഥി മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കർണാടക RTC സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിൽ നടുറോഡിൽ ഏറ്റുമുട്ടൽ. ബസ് ഡ്രൈവറെ മർദ്ദിച്ചതായി പരാതി. 3 ദിവസം മുൻപാണ് സ്വകാര്യ ബസ് ജീവനക്കാരും കർണാടക RTC ഡ്രൈവറും തമ്മിൽ നടുറോഡിൽ വെച്ച് പരസ്പരം കയ്യാങ്കളിയുണ്ടായത്. കിലോമീറ്ററുകളോളം വഴി കൊടുത്തില്ലെന്നതിനെ ചോദ്യം ചെയ്ത കർണാടക RTC ഡ്രൈവറെ സ്വകാര്യ ബസ് ജീവനക്കാർ മർദ്ദിച്ചതായി പരാതി. വിദ്യാനഗറിൽ വെച്ചാണ് കർണാടക RTC ബസ് ഡ്രൈവറെ നടുറോഡിൽ വെച്ച് മർദ്ദിച്ചത്. സ്വകാര്യ ബസ് കണ്ടക്ടറാണ് ഡ്രൈവറെ ആക്രമിച്ചതെന്നാണ് പരാതി. 3 ദിവസം മുൻപ് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സംഭവ ദിവസം കർണാടക RTC ബസ്സിന് സൈഡ് നൽകാതെ സ്വകാര്യ ബസ് കിലോമീറ്ററുകളോളം മുന്നിൽ സഞ്ചരിച്ചിരുന്നുവത്രേ. ഇതിനെ തുടർന്ന് KSRTC ഡ്രൈവർ തുടർച്ചയായി ഹോൺ മുഴക്കിയതിൽ പ്രകോപിതനായ സ്വകാര്യ ബസ് കണ്ടക്ടർ വാഹനം നിർത്തിച്ച് ഡ്രൈവറെ പിടിച്ച് മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് ആരോപണം. KL 60D 3060 നമ്പർ ത്രിശാൽ എന്ന സ്വകാര്യ ബസ്സുമായി ബന്ധപ്പെട്ട ജീവനക്കാരനാണ് ആക്രമണത്തിന് പിന്നിലെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് KSRTC ഡ്രൈവർ പോലീസിൽ പരാതി നൽകി. ഇതിനിടെ കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് മല്ലികാർജുന ക്ഷേത്രം വരെ സ്വകാര്യ ബസ്സുകൾ മറ്റു വാഹനങ്ങൾക്ക് വഴിയൊരുക്കാതെ തടസ്സം സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. ഇതു സംബന്ധിച്ച് പലവട്ടം പരാതികൾ നൽകിയിട്ടും കാര്യമായ നടപടി ഉണ്ടാക്കാത്തതിലും പ്രതിഷേധം ഉയരുന്നുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചതായാണ് വിവരം. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ പ്രചരണം ശക്തമാക്കി മുന്നണികൾ. BJP സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി മംഗളൂരു ദക്ഷിണ മണ്ഡലം MLA വേദവ്യാസ് കാമത്ത് മഞ്ചേശ്വരത്ത് സജീവമായി രംഗത്തിറങ്ങി. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തമായി. BJP സ്ഥാനാർത്ഥി K. സുരേന്ദ്രന്റെ വിജയത്തിനായി മംഗളൂരു ദക്ഷിണ മണ്ഡലം MLA വേദവ്യാസ് കാമത്ത് മഞ്ചേശ്വരത്ത് സജീവമായി രംഗത്തിറങ്ങി. മണ്ഡലത്തിലുടനീളം പര്യടനം നടത്തുന്ന വേദവ്യാസ് കാമത്ത് പ്രശസ്തമായ മഞ്ചേശ്വരം ശ്രീ മദനന്തേശ്വര ക്ഷേത്രം, കീർത്തേശ്വര എന്നിവിടങ്ങളിലും പരിസര പ്രദേശങ്ങളിലും BJP പ്രവർത്തകർക്കൊപ്പം വോട്ട് അഭ്യർത്ഥിച്ചു. വീടുകൾ തോറും കയറിയിറങ്ങിയ അദ്ദേഹം വികസനത്തിനായി BJPയെ പിന്തുണയ്ക്കണമെന്ന് വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു. പ്രചാരണത്തിനിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച വേദവ്യാസ് കാമത്ത് മണ്ഡലത്തിൽ ഇത്തവണ മാറ്റത്തിന്റെ കാറ്റാണ് വീശുന്നതെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. മഞ്ചേശ്വരത്ത് ഇത്തവണ താമര വിരിയുന്നതിനായുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. പ്രധാനമന്ത്രി മോദിയുടെ വികസന രാഷ്ട്രീയത്തിലും K. സുരേന്ദ്രന്റെ നേതൃത്വത്തിലും ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. പ്രവർത്തകരുടെ ആവേശം കാണുമ്പോൾ മഞ്ചേശ്വരത്ത് BJP ചരിത്രം തിരുത്തുമെന്ന് ഉറപ്പാണെന്ന് വേദവ്യാസ് ಕಾಮತ್ പറഞ്ഞു. ಭಾರತೀಯ ಜನತಾ ಪಾರ್ಟಿಯ ನಮ್ಮ ಅಭ್ಯರ್ಥಿಯಾಗಿರುವಂಥ ಸುರೇಂದ್ರನ್ ಅವರು ಗೆಲ್ತಾರೆ. ಬಹಳ ಅಭೂತಪೂರ್ವವಾದಂಥ ಸಾಧನೆ ಈ ಮಂಜೇಶ್ವರ ವಿಧಾನಸಭಾ ಕ್ಷೇತ್ರದಲ್ಲಿ ಆಗ್ತದೆ ಅಂತ ಹೇಳುವಂಥ ವಿಶ್ವಾಸದೊಂದಿಗೆ ಮದನಂತೇಶ್ವರ ದೇವರ ನಾವು ಪೂಜೆಯನ್ನು ಮಾಡಿ ನಂತರ ಬೇರೆ ಬೇರೆ ಕಡೆಗಳಲ್ಲಿ ಮತಯಾಚನದ ಸಂಪೂರ್ಣ ದಿನದ ನನ್ನ ಪ್ರವಾಸವನ್ನು ಮಾಡಲಿಕ್ಕೆ ಈ ಒಂದು ಕಾರ್ಯದಲ್ಲಿ ಬಂದಿದ್ದೇನೆ. ಈ ಸಂದರ್ಭದಲ್ಲಿ ದೇವಸ್ಥಾನದ ಆಡಳಿತ ಮಂಡಳಿ ಅಧ್ಯಕ್ಷರು ನಮ್ಮ ಗಣಪತಿ ಪೈ ಅವರು, ಅದೇ ರೀತಿ ಪ್ರಶಾಂತ್ ಪೈ ಅವರು, ಅದು ಮಾತ್ರವಲ್ಲ ಇಲ್ಲಿಯ ಈ ಭಾಗದ ಬೇರೆ ಬೇರೆ ಕೌನ್ಸಿಲರ್ಗಳು, ನಮ್ಮ ಪ್ರಮುಖರು ಚಂದ್ರಹಾಸರು ಮತ್ತು ಇಲ್ಲಿಯ ನಿತಿನ್ ಚಂದ್ರ ಅವರು ಮತ್ತು ನಮ್ಮ ಮಂಡಲದ ಅಧ್ಯಕ್ಷರು ಆದರ್ಶ್ ಅವರು ಎಲ್ಲರ ಉಪಸ್ಥಿತಿಯಲ್ಲಿ ಈ ಕಾರ್ಯವನ್ನು ಮುಂದುವರಿಸಿಕೊಂಡು ಕೆಲಸ ಕಾರ್ಯಗಳನ್ನು ಮಾಡ್ತೇವೆ. ಒಟ್ಟಾರೆ ನಾನು ಈ ಮಾಧ್ಯಮದ ಮುಖಾಂತರ ಹೇಳಿ ಬಯಸಿದರೆ ಈ ಸಲ ಭಾರತೀಯ ಜನತಾ ಪಾರ್ಟಿಗೆ ಕಾಸರಗೋಡು, ಮಂಗಳೂರು ಇರ್ಬೋದು ಒಂದು ಅವಕಾಶ ಕೊಡಿ.
ಜನರಿಗೆ ಈ ದೇಶ, ಈ ನೆಲ, ಈ ನಮ್ಮ ಸಂಸ್ಕೃತಿ, ನಮ್ಮ ಚಿಂತನೆಯನ್ನು ಉಳಿಸುವಂಥ ಪಕ್ಷಕ್ಕೆ ಅವಕಾಶ ಕೊಡಿ. 100ಕ್ಕೆ 100 ನಿಮ್ಮ ನಂಬಿಕೆಗೆ ಇಟ್ಟಂಥ ನಂಬಿಕೆಯನ್ನು ಎಲ್ಲೂ ತೊಂದರೆ ಆಗದ ರೀತಿಯಲ್ಲಿ ನಮ್ಮ ವ್ಯವಸ್ಥೆ, ನಮ್ಮ ಪಾರ್ಟಿ ಮುಂದುವರಿಸಿಕೊಂಡು ಹೋಗ್ತದೆ ಅಂತ ಹೇಳೋ ಮಾತನ್ನು ಹೇಳ್ತಾ ശുഭവന്ന. പ്രചാരണ പരിപാടികളിൽ MLAയോടൊപ്പം BJPയുടെ പ്രമുഖ നേതാക്കളായ യാദവ ബഡാജെ, ആദർശ് BM, ഹരീഷ് ചന്ദ്ര മഞ്ചേശ്വരം തുടങ്ങിയവരും നിരവധി പ്രവർത്തകരും പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഓരോ ബൂത്ത് തലത്തിലും പ്രചാരണം ശക്തമാക്കാനാണ് BJP ലക്ഷ്യമിടുന്നത്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. സ്വീപിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിലെ നിയമസഭാ മണ്ഡല പര്യടന പരിപാടി ആരംഭിച്ചു. സൈനബ് മെമ്മോറിയൽ B.Ed സെന്ററിന്റെ സഹകരണത്തോടെ ഫ്ലാഷ് മോബ് ഉൾപ്പെടെയുള്ള പരിപാടികളോടെയാണ് സ്വീപ് കാസർഗോഡ് മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സൈനബ് മെമ്മോറിയൽ B.Ed സെന്ററിന്റെ സഹകരണത്തോടെ സ്വീപിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിലെ നിയമസഭാ മണ്ഡല പര്യടന പരിപാടി ആരംഭിച്ചു. സൈനബ് മെമ്മോറിയൽ B.Ed സെന്ററിലെ NSS യൂണിറ്റിന്റെ ഫ്ലാഷ് മോബ് കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ കിഷോർ കുമാർ നേതൃത്വം നൽകുന്ന തെരഞ്ഞെടുപ്പ് സംബന്ധമായ ക്യൂസ് മത്സരം എന്നിവയോടെയാണ് ഓരോ കേന്ദ്രങ്ങളിലും ബോധവൽക്കരണ പ്രചരണ പരിപാടി നടന്നുവരുന്നത്. പ്രചരണ പരിപാടിയുടെ ഉദ്ഘാടനം സ്വീപ് നോഡൽ ഓഫീസർ രതീഷ് പിലിക്കോട് നിർവഹിച്ചു. മഞ്ചേശ്വരം CDS ചെയർപേഴ്സൺ ജയന്തി അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ നീന മുഖ്യാതിഥിയായിരുന്നു. ADMC ഹരിദാസ് D സ്വാഗതവും NSS പ്രോഗ്രാം ഓഫീസർ ബിജു നന്ദിയും പറഞ്ഞു. കാസർഗോഡ് കേന്ദ്രത്തിലെ പ്രചരണ പരിപാടി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണം ലക്ഷ്യമാക്കി സൈനബ് മെമ്മോറിയൽ B.Ed സെന്ററിലെ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ശ്രദ്ധേയമായി. ഈ ഇലക്ഷൻ ബോധവൽക്കരണ ക്ലാസ് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഫ്ലാഷ് മോബിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ കാസർഗോഡ് ജില്ലയിൽ ആകമാനം ഒരു ബോധവൽക്കരണം സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മൾ ഈ ഒരു പരിപാടി കൊണ്ടുദ്ദേശിക്കുന്നത്. നഗരത്തിൽ നിന്നുമായി നിരവധി പേരാണ് ബോധവൽക്കരണ പരിപാടി വീക്ഷിക്കുവാനായി എത്തിയത്. 2 ദിവസങ്ങളിലായി 15 കേന്ദ്രങ്ങളിൽ ബോധവൽക്കരണ പ്രചരണ പരിപാടി നടക്കും. കുമ്പള, ചെർക്കള, ബോവിക്കാനം, കുറ്റിക്കോൽ, ഉദുമ, കാഞ്ഞങ്ങാട്, നീലേശ്വരം, പരപ്പ, ചീമേനി, കാലിക്കടവ്, തൃക്കരിപ്പൂർ, പടന്ന, ചെറുവത്തൂർ തുടങ്ങിയ വിവിധ കേന്ദ്രങ്ങളിലായിരിക്കും പ്രചരണ പരിപാടി നടക്കുക. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഐതിഹ്യ പെരുമയിൽ ആചാരാനുഷ്ഠാനങ്ങളുടെ ശാലിയ പൊറാട്ട് അരങ്ങേറി. പൂരോത്സവത്തിന്റെ ഭാഗമായി വെള്ളിക്കോത്ത് അതിയാൽ തെരു ചൂളിയാർ ഭഗവതി ദേവസ്ഥാനത്താണ് ശാലിയ പൊറാട്ട് അരങ്ങേറിയത്. ആക്ഷേപഹാസ്യത്തിലൂടെ സമകാലിക സംഭവങ്ങൾ പുതുമയോടെ അവതരിപ്പിച്ചു. മലബാറിലെ ശാലിയ സമുദായക്കാർക്കിടയിൽ കാണുന്ന ഒരു അനുഷ്ഠാന കലയും രംഗകലയുമാണ് പൊറാട്ട് അഥവാ ശാലിയ പൊറാട്ട്. പൂരോത്സവവുമായി ബന്ധപ്പെട്ടാണ് ശാലിയ പൊറാട്ട് അരങ്ങേറുന്നത്. പൂരോത്സവത്തിന്റെ സമാപന ദിവസം വെള്ളിക്കോത്ത് അതിയാൽ തെരു ചൂളിയാർ ഭഗവതി ക്ഷേത്രത്തിൽ പൂരം കുളിനാളിൽ ശാലിയ പൊറാട്ട് അരങ്ങിലെത്തി. എത്ര കാലം അപ്പുറപ്പുറം കുത്തിക്കൊണ്ട് യുദ്ധം, നിയമസഭാ തെരഞ്ഞെടുപ്പ്, സ്ത്രീപീഡനം തുടങ്ങി ആനുകാലിക സംഭവങ്ങൾ നർമ്മത്തിന്റെ മേമ്പൊടി ചേർത്ത് അവതരിപ്പിച്ചു. വേഷപ്രച്ഛന്നരായി ആക്ഷേപഹാസ്യം ചൊരിഞ്ഞ യുവാക്കൾ കാണാനെത്തിയവരിൽ കൗതുകം ജനിപ്പിച്ചു. വടക്കിന്റെ വസന്തോത്സവം എന്നറിയപ്പെടുന്ന പൂരോത്സവത്തിന്റെ ആകർഷണങ്ങളിലൊന്നാണ് ശാലിയ പൊറാട്ട്. സമുദായത്തിലെ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ പൊറാട്ടിൽ വിവിധ വേഷങ്ങൾ അണിയും. ആനുകാലിക വേഷങ്ങൾ കൂട്ടമായി കടന്നു വരുമ്പോഴേ വഴിക്കിരുവശവും തിങ്ങി നിറയുന്ന ആൾക്കൂട്ടത്തിൽ ചിരി പടരും. രൂക്ഷമായ വിമർശനങ്ങളും പരിഹാസവും തൊടുക്കുന്ന ഇവർ ജനങ്ങളുമായി ഹാസ്യാത്മകമായി സംസാരിക്കുകയും ചെയ്യും. സമുദായങ്ങൾ, തൊഴിൽ വിഭാഗങ്ങൾ എന്നിവയെ പ്രതിനിധീകരിച്ച് ഒറ്റവേഷങ്ങളും ഇരട്ടവേഷങ്ങളും പൊറാട്ടിൽ അണിനിരക്കും. നിരവധി ആളുകളാണ് വെള്ളിക്കോത്ത് അതിയാൽ തെരു ചൂളിയാർ ഭഗവതി ക്ഷേത്ര പരിസരത്ത് ശാലിയ പൊറാട്ട് കാണുവാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ആസ്ഥാനമായുള്ള തുളുനാടൻ കളരി മർമ്മ ആശ്രമത്തിൽ നിന്ന് ദേശീയ തലത്തിൽ നടന്ന 18ാമത് കളരിപ്പയറ്റ് മത്സരത്തിൽ പങ്കെടുത്ത സിദ്ധാർത്ഥ് K എന്ന മത്സരാർത്ഥിക്ക് ചവിട്ടിപ്പൊങ്ങൽ മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിച്ചു. തുളുനാടൻ കളരിയിൽ 4ാം വയസ്സിൽ രത്നാകരൻ ഗുരുക്കളുടെ കീഴിൽ പരിശീലനം ആരംഭിച്ച സിദ്ധാർത്ഥ് തന്റെ 11 വർഷത്തെ പരിശീലനത്തിലൂടെയാണ് നാഷണൽ ചാമ്പ്യനായത്.
കാഞ്ഞങ്ങാട് ആസ്ഥാനമായുള്ള തുളുനാടൻ കളരി മർമാശ്രമത്തിൽ നിന്ന് ദേശീയ തലത്തിൽ നടന്ന 18ാമത് കളരിപ്പയറ്റ് മത്സരത്തിൽ പങ്കെടുത്ത സിദ്ധാർത്ഥ് കെ എന്ന മത്സരാർത്ഥിക്ക് ചവിട്ടിപ്പൊങ്കൽ മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിച്ചു. തുളുനാടൻ കളരിയിൽ 4ാം വയസ്സിൽ രത്നാകരൻ ഗുരുക്കളുടെ കീഴിൽ പരിശീലനം ആരംഭിച്ച സിദ്ധാർത്ഥ് തന്റെ 11 വർഷത്തെ പരിശീലനത്തിലൂടെയാണ് നാഷണൽ ചാമ്പ്യനായത്. ജന്മന ഇടതുകൈയുടെ സ്വാധീനക്കുറവ് മൂലം ഇടതുകൈ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു സിദ്ധാർത്ഥ്. ഇത് ശരിയാക്കുവാൻ മംഗലാപുരം ഉൾപ്പെടെ ചികിത്സ തേടിയപ്പോൾ പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയില്ല എന്നും ഒന്നിലധികം സർജറികളിലൂടെ മാത്രമേ ഇതൊരു പരിധിവരെയെങ്കിലും പരിഹരിക്കുവാൻ കഴിയുകയുള്ളൂവെന്നും പറഞ്ഞു. ഇത് തടവി ശരിയാക്കുവാൻ കഴിയുമോ എന്നറിയുവാൻ 4ാം വയസ്സിൽ സിദ്ധാർത്ഥിനെയും കൂട്ടി അച്ഛൻ കാഞ്ഞങ്ങാട് തുളുനാടൻ കളരി മർമ്മ ആശ്രമത്തിലെത്തി. എന്നാൽ ഇത് തടവി ശരിയാക്കാൻ പറ്റില്ല എന്നും കളരി അഭ്യാസ മുറകളിലൂടെ അത് ശരിയായിക്കൊള്ളും എന്ന രത്നാകരൻ ഗുരുക്കളുടെ നിർദ്ദേശപ്രകാരം പിറ്റേന്നു മുതൽ കളരി പരിശീലനം ആരംഭിച്ചു. 4 വയസ്സ് പ്രായമുണ്ടാകുമ്പോഴാണ് കളരിയിൽ ചേർത്തത്. അവന് കൈ സ്വാധീനം ഉണ്ടായിട്ട് ഈ വശത്ത് തിരിഞ്ഞിരുന്നു. അതുകൊണ്ട് അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഒഴിയാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു അതിനേക്കാളും നിങ്ങൾക്ക് നല്ലത് കളരിയിൽ കളിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ശരിയാവുമെന്ന് പറഞ്ഞിട്ടാണ് കളരിയിൽ സ്റ്റാർട്ടാകുന്നത്. അപ്പോൾ മാംഗ്ലൂരെല്ലാം കൊണ്ടുപോയിട്ട് അത് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞതാണ്. അന്ന് പിന്നെ ആ സാഹചര്യത്തിൽ പറ്റാത്തതുകൊണ്ട് കളരിയിൽ ചേർത്താണ്. അങ്ങനെ കളിച്ച് ഇപ്പോൾ ഒരു 11 വർഷമായി. 11 വർഷമാകുമ്പോൾ എൻ്റെ കൈ ഏകദേശം ശരിയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നാഷണൽ വിന്നറായി. അത് അവൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ടാസ്ക് തന്നെയായിരുന്നു. കൈ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവന് മറ്റു കുട്ടികളെ പോലെ വടി പിടിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല ആദ്യകാലങ്ങളിൽ. ഇപ്പോൾ എല്ലാം ചെയ്യും. കളരി പരിശീലനം ആരംഭിച്ചതിനു ശേഷം പിന്നീട് സംഭവിച്ചത് അത്ഭുതമായിരുന്നു. തുടർച്ചയായ പരിശീലനത്തിലൂടെ സിദ്ധാർത്ഥിന്റെ കൈ 95% ശരിയാവുകയും കൂടാതെ സിദ്ധാർത്ഥ് നല്ലൊരു കളരി അഭ്യാസിയായി മാറുകയും ചെയ്തു. ഇതിനിടയിൽ പല മത്സരങ്ങളിൽ പങ്കെടുക്കുകയും പലവട്ടം സംസ്ഥാന മത്സരങ്ങളിൽ പങ്കെടുക്കുവാനും സാധിച്ചു. 2025 ഡിസംബറിൽ നടന്ന സംസ്ഥാന മത്സരത്തിലും തുടർന്ന് 2026 മാർച്ച് 27, 28, 29 തീയതികളിൽ നടന്ന ദേശീയ മത്സരത്തിലും ചാമ്പ്യനാവുകയും ചെയ്തു. ബല്ല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന സിദ്ധാർത്ഥ് കാരാട്ടുവയലിലെ സുരേഷ് രജിത ദമ്പതികളുടെ മകനാണ്. ഞാനിവിടെ ആദ്യം വന്നത് എൻ്റെ കൈക്ക് ചെറുതായിട്ട് സ്വാധീനക്കുറവുണ്ടായിരുന്നു. അത് തടവി ശരിയാക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഗുരുക്കൾ പറഞ്ഞു ഇവിടെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും. ഞാനിപ്പോൾ 11 വർഷമായിട്ട് ഇവിടെ പഠിക്കുന്നു. ഇപ്പോൾ എൻ്റെ കൈ ശരിയായി. ഗുരുക്കൾ പ്രാക്ടീസ് തന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ എനിക്ക് നാഷണൽ വിന്നർ ആവാൻ പറ്റിയത്. ദിനേശ് താനത്ത്, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മലയാറ്റുകര കരിങ്കൽ ക്വാറിക്കെതിരെ നാട്ടുകാർ സമരരംഗത്തേക്ക്. എണ്ണപ്പാറ മലയാറ്റുകരയിൽ വൻകിട ക്വാറി മാഫിയയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചു. ജനവാസ കേന്ദ്രമായ എണ്ണപ്പാറ മലയാറ്റുകരയിൽ വൻകിട ക്വാറി മാഫിയയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചു. കോടമ്പേളൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും ജനകീയ സമിതി രക്ഷാധികാരിയുമായ യു തമ്പാൻ നായരുടെ അധ്യക്ഷതയിൽ ജില്ലാ പരിസ്ഥിതി സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വായു, ശുദ്ധജലം ഒക്കെ നഷ്ടപ്പെടുമോ? സ്വാഭാവികമായി ഏത് മനുഷ്യനും ഇപ്പൊ നേരത്തെ തമ്പാൻ പറഞ്ഞ യുദ്ധമുഖത്തുണ്ടാകുന്ന അവിടുത്തെ ദുരിതങ്ങൾ നമ്മൾ ദിവസം TV കാണുന്ന അല്ലെ. കൈക്കുഞ്ഞുങ്ങളുമായിട്ട് പോകുന്ന അമ്മമാരും പ്രായമുള്ളവരൊക്കെ യുദ്ധമുഖത്ത് നിന്ന് പലായനം ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ അതുപോലെ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന വെടിമരുന്ന് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് വെടിമരുന്ന് ഉപയോഗിക്കുന്നതിനും വെടിമരുന്ന് സൂക്ഷിക്കുന്നതിനും നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട്. എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരം, നിയമപ്രകാരം ഒരു വെടിമരുന്ന് ആർക്ക് കൈവശം വെക്കാം, എത്ര കൈവശം വെക്കാം, അതെങ്ങനെ പൊട്ടിക്കണം, എത്ര പൊട്ടിക്കാം എന്നൊക്കെ ഉള്ള ഒരു നിയമമുണ്ട്. പഞ്ചായത്ത് അംഗം സജിത ശ്രീകുമാർ, TD ഭരതൻ, രാജൻ C ചൂരപ്പടവ്, ചന്ദ്രൻ വേങ്ങച്ചേരി, MD രാജൻ, ആദിത്യ രാജൻ,
മധു കൂവയിൽ, സതീശൻ മലയാറ്റുകര, നാരായണൻ കുറ്റിയടുക്കം, രാജേഷ് തുമ്പക്കുന്ന് എന്നിവർ സംസാരിച്ചു. ജനകീയ സമിതി കൺവീനർ രമേശൻ മലയാറ്റുകര സമരപ്രഖ്യാപനം നടത്തി. ജനകീയ സമിതി ചെയർമാൻ മധു നർക്കല സ്വാഗതവും ഖജാൻജി VK രാജൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സർക്കാർ സാംസ്കാരിക കാര്യ വകുപ്പ് ഫോക്ലോർ അക്കാദമിയുടെ പുരക്കളി അവാർഡ് നേടിയ കിഴക്കുംകര ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്തിലെ കാളപ്പുലിയൻ ദൈവത്തിന്റെ നർത്തകൻ കിഴക്കുംകരയിലെ കുമാരൻ വെളിച്ചപ്പാടച്ചനെ ദേവസ്ഥാനത്തിലെ സ്ഥാനികന്മാർ ഉപഹാരം നൽകി ആദരിച്ചു. ദേവസ്ഥാനം കാരണവർ VV രാമകൃഷ്ണൻ കാരണവർ ഉപഹാരം നൽകി. കേരള സർക്കാർ സാംസ്കാരിക കാര്യ വകുപ്പ് ഫോക്ലോർ അക്കാദമിയുടെ പുരക്കളി അവാർഡ് നേടിയ കിഴക്കുംകര ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്തിലെ കാളപ്പുലിയൻ ദൈവത്തിന്റെ നർത്തകൻ കിഴക്കുംകരയിലെ കുമാരൻ വെളിച്ചപ്പാടച്ചനെ ദേവസ്ഥാനത്തിലെ സ്ഥാനികന്മാർ ഉപഹാരം നൽകി ആദരിച്ചു. ദേവസ്ഥാനം കാരണവർ VV രാമകൃഷ്ണൻ കാരണവർ ഉപഹാരം നൽകി ആദരിച്ചു. കേരള ഫോക്ലോർ അക്കാദമിയുടെ ഈ വർഷത്തെ പൂരക്കളിയുടെ അവാർഡ് നമ്മുടെ ദേവസ്ഥാനത്തെ സ്ഥാനികരായിരുന്ന ശ്രീ കുമാരൻ വെളിച്ചപ്പാടാണ് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥാനികർ വകയുള്ള ഒരു ആദരവാണ് ഇപ്പോൾ നൽകുന്നത്. അതുപോലെ ക്ഷേത്രത്തിൻ്റെ പൂരക്കളി യൂണിറ്റും ഇന്ന് ഇവിടെ വെച്ച് ആദരിക്കുന്നുണ്ട്. ചടങ്ങിൽ ദേവസ്ഥാനം ജനറൽ സെക്രട്ടറി M സതീശൻ, പ്രസിഡന്റ് ബൈജു എന്നിവർ സംസാരിച്ചു. നിരവധി ആളുകൾ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി എത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പൂരക്കളി അവാർഡ് നേടിയ കുമാരൻ വെളിച്ചപ്പാടച്ചനെ ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം പുരക്കളി യൂണിറ്റ് ആദരിച്ചു. ദേവസ്ഥാനം കാരണവർ രാമകൃഷ്ണൻ കാരണവർ ഉപഹാരം നൽകി ആദരിച്ചു. കേരള സർക്കാർ സാംസ്കാരിക കാര്യ വകുപ്പ് ഫോക്ലോർ അക്കാദമിയുടെ പൂരക്കളി അവാർഡ് നേടിയ കിഴക്കുംകര ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്തിലെ കാളപ്പുലിയൻ ദൈവത്തിന്റെ നർത്തകൻ കിഴക്കുംകരയിലെ കുമാരൻ വെളിച്ചപ്പാടിനെ കിഴക്കുംകര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം പൂരക്കളി യൂണിറ്റ് ആദരിച്ചു. ദേവസ്ഥാനം കാരണവർ രാമകൃഷ്ണൻ കാരണവർ ഉപഹാരം നൽകി. ദേവസ്ഥാനത്തെ ഈ വർഷത്തെ പുരക്കളി പണിക്കർ മോഹൻദാസ് പണിക്കർ പൊന്നാട അണിയിച്ചു. ചടങ്ങിൽ M രാമകൃഷ്ണൻ, TR സുരേഷൻ, K മോഹനൻ എന്നിവർ സംസാരിച്ചു. സാംസ്കാരിക വകുപ്പിൻ്റെയും അതുപോലെ തന്നെ ഫോക്ലോർ അക്കാദമിയുടെയും പൂരക്കളി അവാർഡ് ഈ വർഷം നമ്മുടെ ദേവസ്ഥാനത്തിലെ കാളപ്പുലിയൻ ദൈവത്തിൻ്റെ നർത്തകൻ ശ്രീ കുമാരൻ വെളിച്ചപ്പാടച്ചനാണ് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് നമ്മുടെ പൂരക്കളി പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്തിലെ പൂരക്കളി യൂണിറ്റ് ഒരു ആദരവ് ഒരുക്കിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 29 വർഷത്തെ സ്തുത്യർഹ സേവനത്തിന് ശേഷം ഹോസ്ദുർഗ് താലൂക്ക് വനിതാ സർവീസ് സഹകരണ സംഘത്തിൽ നിന്നും വിരമിക്കുന്ന സെക്രട്ടറി M കരുണാകരന് വിപുലമായ യാത്രയപ്പും ഉപഹാര സമർപ്പണവും നൽകി. റിട്ടയർഡ് അഡീഷണൽ രജിസ്ട്രാർ കുഞ്ഞിക്കണ്ണൻ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 29 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ഹോസ്ദുർഗ് താലൂക്ക് വനിതാ സർവീസ് സഹകരണ സംഘം സെക്രട്ടറി കരുണാകരന് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചേർന്ന് യാത്രയപ്പ് നൽകി. യാത്രയപ്പ് സമ്മേളനം റിട്ടയർഡ് അഡീഷണൽ രജിസ്ട്രാർ കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. വളരെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ടുള്ള ഒരു സമീപനം അല്ലെങ്കിൽ ഒരു പ്രവർത്തനം ഉണ്ടായാൽ മാത്രമേ നമുക്കിതിനെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പം അങ്ങനെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് നല്ല മെച്ചമുണ്ടായി. കാരണം പ്രസ്ഥാനത്തിന് തന്നെ അഭിമാനിക്കാവുന്ന നേട്ടമാണ് ഈ ഒരു വനിതാ സംഘം കൈവരിച്ചിട്ടുള്ള എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ഇതിൻ്റെ ഭരണസാധികൾ നേരത്തെ ഭവാനി ടീച്ചറെ പറ്റി പറഞ്ഞു. പിന്നീട് വന്ന മറ്റൊരു ടീച്ചർ ഇപ്പോഴും സജീവമായിട്ടുണ്ട്. എനിക്ക് അവരോ എന്താ പറഞ്ഞത് നമ്മൾ പല കാര്യത്തിലും അവരൊരു മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഇപ്പോൾ PhD എടുത്തോ, അതായത് ഡോക്ടറേറ്റ് എടുത്തോ, ഇനിയിപ്പോൾ BEd കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്തു. അതൊക്കെ തന്നെ അടുത്ത കാലത്തിൽ അല്ലേ 60s എന്നൊക്കെ പറയുമ്പോൾ നല്ല ഒരു കുടുംബമൊക്കെ സെറ്റിലായതിനു ശേഷം ഇത്രയും കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് സർക്കാരിൻ്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ BEd കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തി 2-3 ടേം ഈ ഒരു സംഘത്തെ മുന്നിൽ നിന്ന് നയിച്ചിട്ടുണ്ട്. അതിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചിട്ടുണ്ട്.
വളരെ പരിമിതമായ സൗകര്യത്തിൽ ആരംഭിച്ച ഇന്ന് സ്വന്തമായി 3 നില കെട്ടിടവും ജില്ലയിലെ തന്നെ 1-ാം ക്ലാസ് വനിതാ സൊസൈറ്റിയായി രൂപാന്തരം പ്രാപിച്ചതിൽ വിരമിക്കുന്ന സെക്രട്ടറിയുടെ അചഞ്ചലമായ നിശ്ചല ദാർഢ്യത്തിന്റെയും അക്ഷീണ പരിശ്രമത്തിന്റെയും ഫലമായാണ് എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു. സംഘം പ്രസിഡന്റ് വിമല കുഞ്ഞികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ടി കെ സുധാകരൻ സെക്രട്ടറിക്ക് ഉപഹാരം നൽകി. അജാനൂർ പഞ്ചായത്ത് മെമ്പർ കാർത്യായനി പി കെ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സതീശൻ പരക്കാട്ടിൽ, അജാനൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാധാകൃഷ്ണൻ കാട്ടുകുളങ്ങര, മുൻ സംഘം പ്രസിഡന്റ് ഡോക്ടർ എലിസബത്ത് സുധാകരൻ, കോൺഗ്രസ് മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് നാരായണൻ കാട്ടുകുളങ്ങര, ജീവനക്കാരുടെ പ്രതിനിധി ഉമേശൻ കാട്ടുകുളങ്ങര, ഭരണസമിതി അംഗങ്ങൾ, സബ് കമ്മിറ്റി അംഗങ്ങൾ, മുൻ ഭരണസമിതി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന സെക്രട്ടറി എം കരുണാകരൻ മറുപടി പ്രസംഗം നടത്തി. ഞാൻ സത്യം പറഞ്ഞാൽ എന്നാണ് ആരാണ് നിങ്ങൾ ഡയറക്ടർ പോലും അല്ല കൊണ്ടാക്കിയത്. താഴേന്ന് അതായത് ഭവാനി ടീച്ചർ അനുജത്തി, ഞാൻ മറ്റൊരു സംഘത്തെ ജോലി ചെയ്യുന്ന അതിന് മുമ്പ് അംബേദ്കർ കോളേജിൽ 5 മാസമായിരുന്നു. അതിനുശേഷം HDC കഴിഞ്ഞ് കാഞ്ഞങ്ങാട് സഹകരണ സംഘത്തെ ഡെയിലി ബേസ് ചെയ്യുന്ന സമയത്തായി ഈ പരീക്ഷ എപ്പോഴോ എഴുതി. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ വന്ന് ടീച്ചർ ഈ 2ാം റാങ്കുകാരനാണ് ഞാൻ. എന്നെ അവിടെ വന്നിട്ട് ടീച്ചർ സരോജിനി വെച്ചാൽ പഠിക്കുന്നു, നിങ്ങൾ വന്നാലേ പറ്റൂ, ഒരാഴ്ചയായി സംഘം പൂട്ടിക്കിടക്കുന്നു. അങ്ങനെ ഒരു ദിവസം മനസ്സിലാ ആ സമയത്ത് തന്നെ അതിൻ്റെ പ്രസിഡന്റ് ഞാൻ അവിടെ ഒരു പോസ്റ്റ് ഉണ്ടാക്കി. എന്നെ അങ്ങോട്ടും പിരിക്കുന്നു ഇങ്ങോട്ടും പിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടുന്ന് പോരാൻ പാടില്ല. അതുവരെ ആ സംഘത്തിന്റെ പോസ്റ്റ് ഉണ്ടാക്കിയില്ല, ഡെയിലി ബേസ് ആയിരുന്നു. അപ്പോൾ അതിന് പോസ്റ്റ് ഉണ്ടാക്കി തന്നു. സെക്രട്ടറി ഇൻചാർജ് ഉമാവതി രാജീവൻ സ്വാഗതവും സംഘം വൈസ് പ്രസിഡന്റ് അനിത സതീശൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക UP സ്കൂൾ വാർഷികവും യാത്രയപ്പും സംഘടിപ്പിച്ചു. ക്ലാസ് മുറി AC സ്ഥാപിക്കാൻ ഫണ്ട് നൽകി ഹെഡ്മാസ്റ്റർ KV നാരായണൻ അധ്യാപക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങി. പഠനത്തോടൊപ്പം മറ്റു മേഖലയിലും ദേശീയ സംസ്ഥാന തലങ്ങളിൽ ശ്രദ്ധേയമായ കാഞ്ഞങ്ങാട് നഗരസഭ 7-ാം വാർഡ് മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂൾ വാർഷികവും 25 വർഷത്തെ അധ്യാപക സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന സ്കൂൾ ഹെഡ്മാസ്റ്റർ KV നാരായണന് നൽകുന്ന യാത്രയപ്പും വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു. സ്കൂൾ വികസന സമിതിയുടെ നേതൃത്വത്തിൽ മുഴുവൻ ക്ലാസ് മുറികളിലും AC സ്ഥാപിക്കാനുള്ള ദൌത്യത്തിന്റെ ഭാഗമായി 1-ാം ക്ലാസ്സിൽ AC സ്ഥാപിക്കാനുള്ള ഫണ്ട് സ്കൂളിന് കൈമാറിയാണ് ഹെഡ്മാസ്റ്റർ KV നാരായണൻ തന്റെ അധ്യാപക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുന്നത്. മേലാങ്കോട്ട് ലയൺസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങ് ഹോസ്ദുർഗ് സീനിയർ സിവിൽ ജഡ്ജ് MC ബിജു ഉദ്ഘാടനം ചെയ്തു. സ്കൂളിന്റെ പേര് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിൽ നിന്ന് പുനർനാമകരണം ചെയ്യുകയും മനസ്സിലായി. വിനോദ വക്കീലിനോട് ചോദിച്ച സമയം ഈ സ്കൂളിന് ഒരുപാട് പ്രത്യേകതകളുള്ളതായി ഞാൻ മനസ്സിലാക്കി. ഉദ്ദേശം 450ഓളം കുട്ടികൾ ഇപ്പോൾ ഇവിടെ പഠിക്കുകയും പൂർണ്ണമായും സോളാർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ്. മറ്റു പല മേഖലകളിലും സ്കൂളിലെ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. PTA പ്രസിഡന്റ് PN വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ KV നാരായണന് വികസന സമിതി ചെയർമാൻ P അപ്പുക്കുട്ടൻ ഉപഹാരം നൽകി. വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവർക്ക് ഹോസ്ദുർഗ് AEO K സുരേന്ദ്രൻ ഉപഹാരം നൽകി. മുൻ നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, വികസന സമിതി വൈസ് ചെയർമാൻ M രാഘവൻ, SMC ചെയർമാൻ KV പ്രദീപൻ, മദർ PTA പ്രസിഡന്റ് KT സീമ, PTA വൈസ് പ്രസിഡന്റ് G ജയൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് K പ്രസേനൻ എന്നിവർ സംസാരിച്ചു. സീനിയർ അസിസ്റ്റന്റ് KV സൈജു സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി KV ശ്രീകല നന്ദിയും പറഞ്ഞു. കുട്ടികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും PTA അംഗങ്ങളുടെയും വൈവിധ്യമാർന്ന നിരവധി പരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെറുവത്തൂരിൽ UDF പ്രചരണ സംഘത്തെ ആക്രമിച്ചതായി പരാതി. സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരെ തടയാനും ശ്രമമുണ്ടായി. സന്ദീപ് വാര്യർക്ക് വേണ്ടി 5 യുവാക്കൾ ദേഹത്ത് ബോർഡുകൾ കെട്ടി കാൽനടയായി പ്രചരണം നടത്തി വരികയാണ്. ഈ പ്രചരണ സംഘത്തെ തടയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തതായാണ് പരാതി.
കർണാടക RTC സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിൽ നടുറോഡിൽ ഏറ്റുമുട്ടൽ. ബസ് ഡ്രൈവറെ മർദ്ദിച്ചതായി പരാതി. 3 ദിവസം മുൻപാണ് സ്വകാര്യ ബസ് ജീവനക്കാരും കർണാടക RTC ഡ്രൈവറും തമ്മിൽ നടുറോഡിൽ വെച്ച് പരസ്പരം കയ്യാങ്കളിയുണ്ടായത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ പ്രചരണം ശക്തമാക്കി മുന്നണികൾ. BJP സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി മംഗളൂരു ദക്ഷിണ മണ്ഡലം MLA വേദവ്യാസ് കാമത്ത് മഞ്ചേശ്വരത്ത് സജീവമായി രംഗത്തിറങ്ങി. സ്യൂപ്പിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിലെ നിയമസഭാ മണ്ഡല പര്യടന പരിപാടി ആരംഭിച്ചു. സൈനബ് മെമ്മോറിയൽ BEd സെന്ററിന്റെ സഹകരണത്തോടെ ഫ്ലാഷ് മോബ് ഉൾപ്പെടെയുള്ള പരിപാടികളോടെയാണ് സ്വീപ് കാസർഗോഡ് മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തുന്നത്. ഐതിഹ്യ പെരുമയിൽ ആചാരാനുഷ്ഠാനങ്ങളോടെ ശാലിയ പൊറാട്ട് അരങ്ങേറി. പൂരോത്സവത്തിന്റെ ഭാഗമായി വെള്ളിക്കോത്ത് അതിയാൽ തെരു ചൂളിയാർ ഭഗവതി ദേവസ്ഥാനത്താണ് ശാലിയ പൊറാട്ട് അരങ്ങേറിയത്. ആക്ഷേപഹാസ്യത്തിലൂടെ സമകാലിക സംഭവങ്ങൾ പുതുമയോടെ അവതരിപ്പിച്ചു. കാഞ്ഞങ്ങാട് ആസ്ഥാനമായുള്ള തുളുനാടൻ കളരി മർമ്മ ആശ്രമത്തിൽ നിന്ന് ദേശീയ തലത്തിൽ നടന്ന 18ാമത് കളരിപ്പയറ്റ് മത്സരത്തിൽ പങ്കെടുത്ത സിദ്ധാർത്ഥ് K എന്ന മത്സരാർത്ഥിക്ക് ചവിട്ടിപ്പൊങ്ങൽ മത്സരത്തിൽ 1ാം സ്ഥാനം. തുളുനാടൻ കളരിയിൽ 4ാം വയസ്സിൽ രത്നാകരൻ ഗുരുക്കളുടെ കീഴിൽ പരിശീലനം ആരംഭിച്ച സിദ്ധാർത്ഥ് തന്റെ 11ാമത് വർഷത്തെ പരിശീലനത്തിലൂടെയാണ് നാഷണൽ ചാമ്പ്യനായത്. വടക്കൻ കേരളത്തിൽ പൂരോത്സവത്തിന് സമാപനം. അജാനൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലും കിഴക്കുകര പുള്ളിക്കരികാളിയമ്മ ദേവസ്ഥാനത്തും സമാപന ദിവസം വിവിധ ചടങ്ങുകൾ നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.